ശരിക്കും ഹൗസ് ബോട്ടിന് വേണ്ടി അവരൊരു റിസോർട്ട് പണിതിട്ടുണ്ട്. അവിടെ പൂളുണ്ട്, ചിൽഡ്രൻസ് ഏരിയ ഉണ്ട്, അടിപൊളി സെറ്റപ്പാണ്. അപ്പൊ എനിക്കത് ഹൗസ് ബോട്ടിൽ വിത്ത് പൂള് കിട്ടുന്ന ബേബി ഇന്ത്യയിൽ തന്നെ ഒറ്റ സ്ഥലമേ ഉള്ളൂ. നീന്തൽ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. രാത്രി ഒരു നമുക്കൊരു സർപ്രൈസ് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പ്രിയ കണ്ടിട്ടില്ല, ഞാൻ കണ്ട് ബാവുമായിരിക്കും കേട്ടാ. കാണിച്ചു തരാം, ഓരോ സാധനങ്ങളും ആയിട്ട് കാണിച്ചു തരാം. ജെഫ്രി, ഞങ്ങൾ എല്ലാം സെറ്റാണ്. ജെഫ്രിയുടെ ആള് കൂടെ സെറ്റായ പെർഫെക്റ്റ് വാലന്റൈൻസ് ഡേ ഡിന്നർ ആയത്. ടൂത്ത് പിക്ക് ആണ് എടുത്ത് കഴിക്കാം അല്ലേ? നല്ല ഡേറ്റ്സ് അത് കഴിക്കരുത്. എന്തായാലും റേറ്റ്സ് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ടോട്ടൽ റേറ്റ്സ് ഒക്കെ എടുത്ത് ഈ വീഡിയോന്റെ അവസാനം പറയാം. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ദിസ് ഡിന്നർ ഇസ് ഗോയിങ് ടു ബി അമേസിംഗ് ബിക്കോസ് ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഗ്രിൽഡ് ലോ പ്രോൺസ്. ജെഫ്രി, ഹണിമൂൺ ഇത് മതി ജെഫ്രി, ഞാൻ റെഡിയാക്കി തരാം. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഡോക്ക് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ഫുൾ നൈറ്റ് ഇവിടെ ആയിരിക്കും. നാളെ രാവിലെ തുടങ്ങുള്ളൂ. പക്ഷേ സാധാരണ ഹൗസ് ബോട്ട്സ് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വേറൊരു സൗകര്യം കാണില്ല. ഹൗസ് ബോട്ടിനകത്ത് തന്നെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെയായിരിക്കും ഒരു 90%. ഇവിടെ ഇവർക്ക് ശരിക്കും ഹൗസ് ബോട്ടിന് വേണ്ടി അവരൊരു റിസോർട്ട് പണിതിട്ടുണ്ട്. അവിടെ പൂളുണ്ട്, ചിൽഡ്രൻസ് ഏരിയ ഉണ്ട്, അടിപൊളി സെറ്റപ്പാണ്. അപ്പൊ എനിക്കത് ഹൗസ് ബോട്ടിൽ വിത്ത് പൂള് കിട്ടുന്ന ബേബി ഇന്ത്യയിൽ തന്നെ ഒറ്റ സ്ഥലമേ ഉള്ളൂ. ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്. അതല്ലാതെ പിള്ളേർക്ക് അവിടെ കളിക്കാനുള്ള സൗകര്യമുണ്ട്. സോ ഇതൊക്കെ ഹൗസ് ബോട്ട് പാക്കേജിൽ ഇൻക്ലൂഡ് ആണ്. അതൊന്നും നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യേണ്ടി വരില്ല. ആൻഡ് ഈ പൂള് രാത്രി 12 o'clock വരെ ഉണ്ട്. സോ അടിപൊളിയല്ലേ? അപ്പൊ ഇതിന്റെ അപ്പുറം എന്തായാലും ഇതിന്റെ അപ്പുറം എന്ത് വേണം? ഇറ്റ്സ് ലൈക്ക് അൾട്ടിമേറ്റ് ലക്ഷറി. ഞങ്ങൾ പുളി ചാടാൻ പോവാ. ഇപ്പൊ എഴുന്നേറ്റ് വരുമല്ലോ. നിങ്ങൾ കുട്ടിയെ ബിസ്ക്കറ്റ് ഉണ്ട്, അതൊക്കെ ഇരുന്ന് കഴിച്ചോ? പിന്നെ മേരൻ ഇഷ്ടം പോലെ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? ഓ, അത് പക്ഷെ ഇവിടെ വെച്ച് തുറക്കണ്ടല്ലോ. ഇനി നമ്മുടെ ട്രിപ്പുകൾ കിടക്കുമല്ലേ? ഓ, വീട്ടിൽ ചെന്നപ്പോ ആന്റി മറ്റേത് തന്നായിരുന്നു, മറ്റേ പ്രോൺസ് ഫ്രൈ. ജെഫ്രിമിന് എല്ലാ ദിവസവും അതാണല്ലോ പരിപാടി. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും. വേദു എന്താ ഫോൺ വെച്ച് വേദു വീഡിയോ എടുക്കും കേട്ടോ. പ്രിയ ചാർജ് മൊത്തം കഴിയും. ആ വേദു എടുക്കും. വേദു വ്ളോഗ് ഒക്കെ ചെയ്യും അല്ലെ? വേദു വ്ളോഗ് ചെയ്യില്ലേ? നമുക്ക് ഇറങ്ങണ്ട, അത് ഇവിടെ ഇരിക്കാൻ പോവാണോ? ഗൈസ്, ഇതാണ് ഈ ഒരു ഹൗസ് ബോട്ടിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. അവരുടെ ഡോക്കിംഗ് സ്റ്റേഷൻ ബാക്കിൽ ഇരുട്ടാണ്. പക്ഷേ അതെ, സ്വിമ്മിംഗ് പൂളുണ്ട്, കിഡ്സ് പൂളുണ്ട്, അഡൽട്ട് പൂളുണ്ട്. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് ഇവിടെ മൊത്തം. പിന്നെ ഇത് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഗെയിംസ് റൂം ഉണ്ട്. സോ ഞാനിപ്പോൾ കയറുന്നില്ല, ഞങ്ങൾ പൂളിൽ ഇറങ്ങാൻ പോവാണ്. ടേബിൾ ടെന്നീസ്, ഫൂസ്ബോൾ, ക്യാരം ബോർഡ്, സ്നൂക്കർ, എല്ലാ ഫെസിലിറ്റീസ്. അപ്പോൾ ബാക്കിയുള്ള ഹൗസ് ബോട്ട്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എല്ലാ ഹൗസ് ബോട്ടും 6 മണി വരെ ഫംഗ്ഷൻ ചെയ്യുള്ളൂ. നമ്മൾ ഡോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ സിംപ്ലി സെറ്റ്. അല്ലെങ്കിൽ ബോട്ടിനകത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് പിള്ളേരോ ഫാമിലിയോ ഗ്രൂപ്പോ എങ്ങനെ വന്നാലും നമുക്ക് എസ്പെഷ്യലി പൂളൊക്കെ ഉള്ളപ്പോൾ അടിപൊളിയല്ലേ? ആൻഡ് വേറെ ആരും കാണത്തുമില്ല. സോ ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ പ്രൈവറ്റ് പൂൾ. ആൻഡ് ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ റേറ്റ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. സോ അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തായാലും ഞങ്ങൾ 1 മണിക്കൂർ പൂളിൽ എൻജോയ് ചെയ്യാൻ പോവാണ്. അതിന് പിന്നെയും നന്നായി വിശക്കും. പിന്നെ കിഡിലൻ ഡിന്നർ അവരൊരു പുതിയ അറ്റംപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി. സോ ഐ ആം എക്സൈറ്റഡ്. എനിക്കറിയാം എന്താ സംഭവം എന്ന്, പക്ഷേ ഫുഡ് കാണട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങട്ടെ. പൂൾ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു പ്രൈവറ്റ് പൂൾ പോലെയാണ്. ജെഫ്രി മൊത്തം ഹാപ്പിയാണ്, അന്തോ ഹാപ്പിയാണ്. ഭയങ്കര സൂപ്പർ പൂൾ കേട്ടോ, തണുപ്പ് ഒട്ടുമില്ല. ആൻഡ് ഇവിടെ ആക്ച്വലി രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ബാക്കോട്ടേഴ്സ് ലേക്ക് വ്യൂ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഹൗസ് ബോട്ടിൽ അവിടെ കാണാം എന്ത് ഭംഗിയാ നോക്കി. രാത്രി ഒന്നും കൂടെ പോയി ഷൂട്ട് ചെയ്യും. ഭയങ്കര ഭംഗിയാണ് ഹൗസ് ബോട്ട് അല്ലേ? ഭയങ്കര രസം. എന്തായാലും അടിപൊളി. അതിന്റെ ഉള്ളിലുണ്ട്. അവര് കൊതുക് അടിക്കുന്ന പറഞ്ഞ് വരുന്നില്ല. വെള്ളവും പേടിയായതുകൊണ്ട് വെറും എന്താ ബോറിംഗ് പീപ്പിൾ ആണ് അവരൊക്കെ. ചിപ്സും ലൈം ജ്യൂസ് ഒക്കെ വെച്ച് അവിടെ ഉണ്ട്. വേദുവിനെ ഇറക്കാൻ പറഞ്ഞാൽ പ്രിയക്ക് ഒരു മടി വേദുവിനെ കൊണ്ടുവരാൻ. എന്തായാലും ഔട്ട്സ്റ്റാൻഡിങ്. നീന്തൽ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അന്തുവിന്റെ പക്ഷെ വേറെ സ്റ്റൈലാ നീന്തല്. അത്രേ ഉള്ളൂ ഒരു പ്രശ്നം. അവിടെ എത്തിയാ പോരാ, വെള്ളം പകുതി പുറത്തേക്ക് പോകും.
അവിടെ എത്തിയ എന്ത് തരും? അവിടെ എത്തിയ ഞാൻ തരാം. സൈഡിലൊക്കെ വെള്ളമൊക്കെ ആവും. കോമ്പറ്റീഷൻ വെക്കാം. എന്റെ ക്യാമറ പിന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കോമ്പറ്റീഷൻ വെക്കാം. കോമ്പറ്റീഷൻ സ്പീഡും Bye. നോക്കാവാ. ഹായ് ഗൈസ്, കുളിച്ച് സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് നല്ല ഫ്രഷ് ആയി നല്ല ഫുഡിന് റെഡി ആയിരിക്കുമെന്ന് ഞാൻ രാത്രി ഈ ഒരു ഹൗസ് ബോട്ടിൽ ആംബിയൻസ് കളിക്കുന്നത്. വേദുമോനെയും കുളിപ്പിച്ച് ബാഗ് ഒക്കെ ആയിട്ട് നടക്കുവാണ്. ഓ വേദു ദിയനെ കാണാൻ വേണ്ടി ഓടുക. ഓടിയോ? രാത്രി കണ്ട എന്തൊരു ആരും കാണുന്നില്ലല്ലോ. എവിടെ പോയി? അതാ ഞാനും ചോദിക്കുന്നത്. വേദും ചോദിക്കുന്നുണ്ടോ പോയി എവിടെ പോയിന്ന്. പക്ഷെ ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. ഈ ലൈറ്റ്സും ഈ സീലിംഗിൽ വരെ ഇന്നർ ലൈറ്റ്സ്, ഫോൾ സീലിംഗ് കൊടുത്ത് അതിന്റെ അകത്തെ ലൈറ്റ്സ്, ആ മതില് കണ്ട മതിലിന്റെ ഫോൾ സീലിംഗ് വിത്ത് ലൈറ്റ്സ്, ചെടികള്. മേരിയാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയാനായിരുന്നു. ഫ്രൂട്ട്സ് ആരും കഴിച്ചു. ഞാൻ ഒരു ഓറഞ്ച് കഴിച്ചായിരുന്നേ. വേദു ഒന്നും ഇടിച്ച് പുളിക്കല്ലേ വേദു. ഈ ഹൾക്കിന്റെ കണ്ടേ വേദു ഇപ്പൊ ഭയങ്കര ഇടിയാ എല്ലാത്തിനും. മതിലൊക്കെ പോയി കണ്ട ബാ വേദു ബാ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. എന്തായാലും രാത്രിയിലത്തെ ആംബിയൻസ് ബ്യൂട്ടിഫുൾ. മേളിലും നല്ല അടിപൊളിയായിരിക്കും കേട്ടാ. ഈ ലോബിയും എല്ലാം അടിപൊളിയായിട്ടുണ്ട് രാത്രി. രാത്രി നമുക്കൊരു സർപ്രൈസ് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. പ്രിയ കണ്ടിട്ടില്ല, ഞാൻ കണ്ട് ബാവുമായി കേട്ടാ. കാണിച്ചു തരാം, ഓരോ സാധനങ്ങളും ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ്ലി ഇത് നോക്ക്, ഡേറ്റ്സ്, ഫുൾ ഡേറ്റ്സ് കണ്ട. മരത്തിൽ അവർ ഡേറ്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തത്. ഇത് എഡിബിളൊക്കെയാണ്, എടുത്ത് കഴിക്കാം. അതല്ലാതെ ഇതൊക്കെ നോക്ക്, സ്വാണ്, ഇതൊക്കെ വെജിറ്റബിൾ കാവിങ്സും വെജിറ്റബിൾ. ഷെഫ് ഇവിടുത്തെ ഒരു സംഭവമാണ്. ഇത് ക്രോക്കഡൈല്, ബ്രോക്കോളി. അന്ന് പിന്നെ ബ്രോക്കോളി കഴിക്കുമല്ലോ അല്ലേ? ഏത് ക്യാപ്സിക്കം എടുക്കുന്നു. ഡക്ക്, ഇത് ഒരു ഫ്ലവേഴ്സ് പോലെ. ഇത് സ്വാണെന്ന് തോന്നുന്നു. ഇതൊന്നും അല്ലാതെ ഇതൊക്കെ ഡെക്കറേഷൻ. വാലന്റൈൻ ഗ്രൂപ്പ് വാലന്റൈൻസ് ഡിന്നർ. വൈനൊക്കെ നമുക്ക് കോംപ്ലിമെന്ററി സാധ്യതയുണ്ട്. പക്ഷെ ഇത് നോക്ക് എന്തൊരു ഭംഗിയാണ്. ബ്യൂട്ടിഫുൾ ടേബിൾ സെറ്റിംഗ്. ജെഫ്രി, ഞങ്ങൾ എല്ലാം സെറ്റാണ്. ജെഫ്രിയുടെ ആള് കൂടെ സെറ്റായ പെർഫെക്റ്റ് വാലന്റൈൻസ് ഡേ ഡിന്നർ ആയല്ലേ. ബാക്കി എല്ലാം കണ്ട. ഇതിന്റെ അപ്പുറം എന്ത് സെറ്റിംഗാ വേണ്ടേ? പ്രിയ എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്? ഇത് കഴിക്കാൻ പ്രിയ, ഇത് ജസ്റ്റ് എടുത്താ മതി. ഇതേ ഇങ്ങനെ എടുത്ത് കഴിക്കാം. ആ ഈ മരം തീർത്തായിട്ട് ജെഫ്രിൻ പോകാൻ പാടില്ല കേട്ടോ. 2 ഒന്നും അളവല്ല. എന്താ ജെഫ്രി 2 അതിലൂടെ ഗ്രേപ്സും ഉണ്ട് സൈഡില്. അതെല്ലാം കണ്ട്. ഇതെല്ലാം വെജിറ്റബിൾ കാർവിങ്സ് പോലെ. സ്വാണ്, ഇതുണ്ട് ഡക്ക്, ആലിഗേറ്റർ. ആ എന്നിട്ട് ഈ ഒരു അറേഞ്ച്മെന്റും കണ്ടോ? ഞാൻ ജെഫ്രിയുടെ ഒരു വാലന്റൈൻ്റെ കുറവേ ഉള്ളൂ. ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ചെയ്തത് ഇവിടുത്തെ ട്രെയിൻ ഷെഫോ ഒന്നുമല്ല, ഇവരൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര കഴിവാണ്. കാരണം ഈ വെജിറ്റബിൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഇറ്റ്സ് നോട്ട് ഈസി. പെയിന്റിംഗ് പോലെ അല്ല. പാവയ്ക്ക, ഓ എല്ലാം നിങ്ങളെ സംഭവം തന്നെയാണ്. അതെ, ജെഫ്രി മരത്തിൽ ഡേറ്റ്സ്, മരം കയറാതെ ഡേറ്റ്സ് പറിച്ച് കഴിക്കാം. വേദു കണ്ട ഡക്ക് വേദു. ഗ്രേപ്സോ? ടൂത്ത് പിക്കോടെ എടുത്ത് കഴിക്കാം അല്ലേ? നല്ല ഡേറ്റ്സോ? അത് കഴിക്കരുത്. അതെ, ഇങ്ങനെ അമ്മന്ന് ഇത് കഴിച്ചോ? ഗ്രേപ്സ് കഴിച്ചോ? അത് മുഖക്ക് മാറുന്നുണ്ട്. ആ ഒരു ടെക്സ്ചർ ഒന്നും ശരിയല്ലെങ്കിൽ മുഖക്ക് ചുളുണ്ട്. ഓ മേരിയാൻ ഫുൾ ഇൻസ്റ്റയില് ഭയങ്കര ആക്റ്റീവ് ആണ്. ഒരുപാട് കിടിലൻ ഫോട്ടോസ് ജെഫ്രി എടുത്തു കൊടുത്തിട്ടുണ്ട്. നെറ്റ് കിട്ടിയത് ശരിയല്ലേ? വെറുതെ അല്ല മേരിയാൻ ജെഫ്രിയുടെ പുറകെ നടക്കുന്നത്. എന്നെ എന്തിനാ അടിക്കുന്നു എന്നെ? ഏതു കണ്ട? ഓ ജെഫ്രി അങ്ങോട്ട് വന്നു. ദിയയുടെ കയ്യിലെന്താ? ദിയ എല്ലാം ഊരി എടുക്കുവാണ്. അതിന്ന് ഫാനൊക്കെ ഊരി എടുത്തു. ദിയ എല്ലാം ഊരി പൊട്ടിച്ചെടുക്കും. വേദു അത് ദിയ എടുത്തോട്ടെ. ബാ നമുക്ക് വേറെ സാധനങ്ങൾ നോക്കാം. ബാ നമുക്ക് പൈനാപ്പിൾ കഴിക്കാം. ബാ വേദു, പൈനാപ്പിൾ. ഫുഡ് നടന്നെടുത്താലേ കാണിക്കാൻ പറ്റില്ല, കാരണം അതുപോലത്തെ സ്പ്രെഡ് ആണ് ഇത്. ബ്രോസ്റ്റഡ് ചിക്കൻ. ഓക്കെ,
Grilled prawns. Actually, prawns are almost lobster പോലെ ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ് പോക്ക് ഉണ്ട്, പൊട്ടറ്റോ വെജസ് ഉണ്ട്, വീറ്റ് പൊറോട്ട ഉണ്ട്, ജെഫ്രിൻ കൊതി ഇടുന്നുണ്ട്. ഇത് ഭയങ്കര ഒരു റിഫൈൻഡ് ഫ്രഞ്ച് ക്യൂസീൻ പോലെയാണ്. ഇത് ആക്ച്വലി ബേക്ക് ബീഫ് പൈ ആണ്, പക്ഷേ റെഡ് വൈൻ സോസ് ആണ്. അപ്പോൾ റെഡ് വൈൻ റിഡക്ഷൻ ആയിരിക്കും. അത് തുറന്ന് കാണിക്കാം. ചെമ്മീൻ മോളി, prawn soup, the spinach and corn bake. So it's spinach, corn and white sauce and some cheese. പിന്നെ അവിടെ അന്തുവിന് മാത്രമായിട്ട് കുറച്ച് സാലഡ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അന്ന് മാത്രമേ ഇത് കഴിക്കുള്ളൂ. ഞങ്ങളൊക്കെ വെറുതെ സാലഡ് കഴിച്ചിരുന്ന ഇതിനൊന്നും പ്ലേസ് കളയുന്നതായിരിക്കില്ല. ഞാൻ ഏറ്റവും ഹൈ വാല്യൂ സീറ്റ് എടുത്തിരിക്കുകയാണ്. പ്രോൺസും ബ്രോസ്റ്റ് ചിക്കനും പോക്കിന്റെ അടുത്ത്. അന്തുവിന് അവിടെ സാലഡ് അടുത്താണ്. ജെഫ്രി നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ അല്ലേ? നമുക്ക് ആ സൈഡിലേക്ക് പോകണ്ട. പ്രിയ ഇത് തുടങ്ങും. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇത് ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം റിവ്യൂവിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഉച്ചയ്ക്ക് വെച്ച് കഴിച്ചപ്പോൾ നമുക്കൊരു ബെഞ്ച് മാർക്ക് മനസ്സിലായി. ഇറ്റ്സ് ഓൺ ടോപ്പ്. ആ ഒരു ലെവലിൽ തന്നെയാണ്. ആൻഡ് ഞാൻ ഓൺലി തിങ് ടു ഡു ഇസ് ജസ്റ്റ് എൻജോയ് ദ മീൽ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ റെഗുലർ പാക്കേജിൽ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 നോൺ വെജ് കിട്ടുള്ളൂ. 1 ഫിഷ് ആൻഡ് 1 ചിക്കൻ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാം, വിച്ച് ഇസ് നോട്ട് ആൻ എക്സ്ട്രീംലി ഹൈ കോസ്റ്റ്. എന്തായാലും റേറ്റ്സ് ഒന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ടോട്ടൽ റേറ്റ്സ് ഒക്കെ എടുത്ത് ഈ വീഡിയോന്റെ അവസാനം പറയാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് ദിസ് ഡിന്നർ ഇസ് ഗോയിങ് ടു ബി അമേസിംഗ് ബിക്കോസ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ദ ഗ്രിൽഡ് പ്രോൺസ്. ഒരു രക്ഷയില്ല. പ്രോൺസിന്റെ ഫ്രഷ്നെസ്, ലൈറ്റ്ലി കുക്ക്, ലോട്ട്സ് ഓഫ് മസാല, പെർഫെക്റ്റ്ലി സ്പൈസ്. പക്ഷേ പ്രോൺസിന്റെ ഫ്ലേവർ ഓവർ പവറിങ് ആവുന്നില്ല. സ്പൈസസ് പ്രോൺസിന് ഓവർ പവർ ചെയ്യുന്നില്ല. ആ മീറ്റ് മൊത്തമായിട്ട് അങ്ങോട്ട് എടുത്ത് ജസ്റ്റ് ഫോൾ ഓഫ് ദി ഷെല്ലാണ് എടുത്ത് ജസ്റ്റ് ഹെവൻലി, ആബ്സല്യൂട്ട്ലി ഹെവൻലി. ഓഫ്, എന്ത് പറയാനാ, ഒന്നുമില്ല പറയാൻ. പ്രോൺ സൂപ്പ് ഇസ് ഓൾസോ ഔട്ട്സ്റ്റാൻഡിങ് കേട്ടോ. നമ്മൾ പ്രോൺസ് കണ്ടുകൊണ്ട് ആദ്യം അത് കഴിച്ചു. പക്ഷേ പ്രോൺസിൻ്റെ സൂപ്പിൽ ഞാൻ കാണിച്ചു തരാം. അതൊരു കളർ തന്നെ. ഇത് കിടന്ന് കുക്കായി ആ ഓരോ സ്പൂണിലും ഇറ്റ്സ് ടേസ്റ്റിംഗ് ലൈക്ക് പ്രോൺ. സോ ഒരു പ്രോൺ റിഡക്ഷൻ സൂപ്പ് പോലെയാണ്. അതിൻ്റെ അകത്ത് ഓബ്വിയസ്ലി പ്രോൺ പീസസും ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റഫ്, ഔട്ട്സ്റ്റാൻഡിങ്. ബ്രോസ്റ്റ് ചിക്കനൊക്കെ ആരാ ചെയ്യുക? വളരെ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ദേ ഹാവ് ഡൺ ഇറ്റ് ഓവർ. ജെഫ്രിൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജെഫ്രി? നല്ല ക്രിസ്പിയാണോ? പിന്നെ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. റിവ്യൂ ഒന്നും എടുക്കാൻ ടൈമില്ല ജെഫ്രിയുടെ അടുത്ത്. ബ്രോസ്റ്റ് ചിക്കൻ കഴിക്കുന്ന നമുക്ക് ആ ക്രിസ്പിനെസ് വരെ കേൾക്കാൻ പറ്റുമല്ലോ. അമേസിങ് ഫ്ലേവർ കേട്ടോ. വെരി ക്രിസ്പി. അതാണല്ലോ ഏറ്റവും ഒരു ബ്രോസ്റ്റിന്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റ്ലി കുക്ക് ചിക്കൻ. നല്ല ഇവിടെ സീ ഫുഡ് പ്രിയറെ സീ ഫുഡ് ഫ്രഷ് ആണ്. ഓബ്വിയസ്ലി ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ സീ ഫുഡ് വേണമെങ്കിലും കിട്ടില്ല. ചിക്കൻ ഇസ് അമേസിങ്. കോണ്ടിനെന്റൽ ഇവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറയുന്നു. ഔട്ട്സ്റ്റാൻഡിങ്. ബട്ടേർഡ് റൈസ് വിത്ത് ദാറ്റ് വൈൻ റിഡ്യൂസ്ഡ് ബീഫ്. നോ, ഔട്ട്സ്റ്റാൻഡിങ്. ജെഫ്രി എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവരുടെ വിചാരം ഞാൻ ഒരു ഓവർ എക്സാജുറേറ്റ് ചെയ്ത് പറയാന്ന. ബട്ടേർഡ് റൈസും ആ ഒരു ബീഫും എങ്ങനെയുണ്ട്? പറയാൻ പറ്റുന്നില്ല, ഞങ്ങള് ബിസിയാണ്. എനിക്ക് പറയാൻ പറ്റും. അടിപൊളിയാണ്. പ്രിയ കഴിച്ചില്ലല്ലോ, മേരിയ കഴിച്ചിട്ടില്ല, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. നന്നായിട്ടില്ലേ? എല്ലാവരും യുനാനിം നല്ല കോമ്പിനേഷൻ. അതേ പറഞ്ഞ പ്രിയ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ പോയതാ. പക്ഷെ ഞാൻ പറഞ്ഞത് വേണ്ടെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കണം. ഭയങ്കര ടേസ്റ്റ്. നിങ്ങൾ പ്രോൺസ് ഒന്നും വേണ്ട, നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഇത് ഉണ്ടാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും ഷെഫ് അവൈലബിൾ ആണെങ്കിലും they will do it. You will never regret it. 100% sure. അത്രയും നല്ല ടേസ്റ്റാണ്. ബട്ടേർഡ് റൈസ് ആൻഡ് വൈൻ റെഡ്യൂസ്ഡ് ബീഫ്, അല്ലെങ്കിൽ മിൻസ്ഡ് ബീഫ് ഇൻ റെഡ് വൈൻ സോസ്, അങ്ങനെ എന്തോ പറയുന്നത്. എല്ലാം കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ട ഓബ്വിയസ്ലി ഗോതമ്പ് പൊറോട്ടയാണ്. സോ ദാറ്റ്സ് ഓൾസോ ഹെൽത്തി. പോക്ക് ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. എന്താണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. നാടൻ പ്രിപ്പറേഷൻ പോലെയാണ്, പക്ഷേ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ്. ഇങ്ങനത്തെ വെജിറ്റബിൾ ഡിഷൊക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാമല്ലോ. ജാഫ്രി കഴിച്ചു, അടിപൊളിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ക്രീമി സ്പിനച്ച്, സം കോൺ, ചീസ്, വൈറ്റ് സോസ്, പെർഫെക്റ്റ്ലി ഡെലിഷ്യസ്. പിന്നെ ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കഴിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ ബട്ടേർഡ് റൈസ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് സംഭവം. അതും ഈ പോക്കും പറയണമെന്നുണ്ട്, ബീഫ് പൈ പറയണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എല്ലാം ഭയങ്കര ടേസ്റ്റ് ആട്ടാ. ഓണസ്റ്റ്ലി എല്ലാവരുടെ അഭിപ്രായം കേട്ടല്ലോ, എൻ്റെ മാത്രമല്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാൻ പറഞ്ഞാൽ പറയും എന്താ പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയും, അല്ലെങ്കിൽ എക്സാജറേഷൻ ആണെന്ന് പറയും. ഇത് അതൊന്നുമല്ല. ഫുഡ്
ജെഫ്രി ഫുഡ് പൊളി സൂപ്പർ. മേരിയ കുറച്ചേ കഴിച്ചോളല്ലോ. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഞാൻ കഴിച്ചോളൂ അല്ലേ? ഞാൻ എല്ലാം കഴിച്ചു. പ്രിയ എല്ലാം കഴിച്ചു. ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് പ്രിയ അടുത്തതിന് വേണ്ടി വെയിറ്റ് പ്രിയ അടുത്തത് അത് ഏറ്റവും അടുത്ത് വന്നിരിക്കും. അവിടെ ഡെസേർട്ട് അവര് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. വേദ വേണ്ട, പാവം ടയർഡായി പോയി, നല്ല ഉറക്കം. ദിയ ഫുൾ എനർജി. അതുകൊണ്ടാണ് നല്ല എനർജി. വേദു ഞങ്ങൾ ഉറക്കിയില്ല. പിന്നെ ബലൂൺ ആരും എടുക്കാനില്ല, അതൊരു സന്തോഷം. വേദു ഉണ്ടെങ്കിൽ ഇപ്പൊ ഓടിക്കും. കണ്ടാ ഇനി അവിടെ ഡെസേർട്ട് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ്. കാരമൽ കസ്റ്റേർഡ്, കാരമൽ പുഡിംഗ് വിത്ത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. അന്തൊരു ഭയങ്കര ഇഷ്ടമാണ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം. ജെഫ്രിന് ഐസ്ക്രീമിന്റെ ആളാണ്. എന്തായാലും ഒരു സംഭവം തന്നെയായിരിക്കും ഈ ഒരു ഡിന്നർ. നിങ്ങൾ 100% പറഞ്ഞാൽ ബട്ടേർഡ് റൈസും ആ ഒരു പൈ, ബീഫ് പൈ ഇൻ റെഡ് വൈൻ സോസ്, അതെന്തായാലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യുക. ഹൗസ് ബോട്ട് മാത്രമല്ല, അവർക്ക് ആക്ച്വലി ഇവിടെ ഒരു റിസോർട്ടും ഉണ്ട്, വിച്ച് ഇസ് നോട്ട് വെരി എക്സ്പെൻസീവ്. അറൌണ്ട് 3,000-4,000 റുപ്പീസേ ഉള്ളൂ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതൊക്കെ നാളെ കാണിക്കാം. ആ റൂം ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, കയറി കാണാൻ പറ്റുമെന്ന്. സോ നിങ്ങൾക്ക് ബോട്ടിംഗ് അല്ലെങ്കിലും നല്ലൊരു ബാക്ക് വാട്ടേഴ്സ് വ്യൂ ഉള്ള ഒരു റിസോർട്ട് ആയിരിക്കും. 4 റൂമേ ഉള്ളൂ, സോ ഇറ്റ് ബി എക്സ്ട്രീം പ്രൈവസി. പൂളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നാളെ പറയാം. എന്തായാലും ഈ അടുത്ത ഡെസേർട്ടും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ കുറേ നേരം രാത്രി ഒരു 1 മണി 2 മണി വരെ ഒന്ന് ബോട്ടിൽ ഇവിടെയൊക്കെ ലോഞ്ച് ഏരിയയിലൊക്കെ ഇരുന്ന് ചില്ല് ചെയ്യാൻ പോവാണ്. ഉറങ്ങാൻ പോവാണോ ജെഫ്രി? അന്ന് ഉറങ്ങുമോ? നമുക്ക് കുറെ നേരം പുറത്തു വരെയൊക്കെ പോയിരിക്കണം. ഇവരെന്തായാലും പോയി കിടത്താലോ. നമുക്കൊക്കെ ഡെസേർട്ട് കിട്ടി. പ്രിയക്ക് ഐസ്ക്രീം ഇല്ലാതെ വേണമെന്ന് കാരമൽ പുഡിംഗ്. മേരിയാന് ഡെസേർട്ടേ വേണ്ടെന്ന്. ഓ അതുകൊണ്ടാണോ? 2 സ്കൂപ്പ് കഴിച്ചോളൂ, കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു കിഡിലൻ ഡേ ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ബീൻ വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ വാലന്റൈൻസ് ഡേ എവർ. ആൻഡ് ഇനിയിപ്പം ഞങ്ങൾ കുറച്ച് നേരം ചില്ല് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ ഒരു 2 ബെഡ്റൂം ഹൗസ് ബോട്ട് ഉണ്ട്, അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. സോ നമുക്ക് അതിലാകുമ്പോൾ കൊച്ചു ഹൗസ് ബോട്ട് ആകുമ്പോൾ നമുക്ക് കുറച്ച് സെക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ ആ ബോട്ട് കയറ്റിക്കൊണ്ട് പോവാം. ആൻഡ് ആ ബോട്ടിന് ആക്ച്വലി റേറ്റും കുറവായിരിക്കും. ഞാൻ പറഞ്ഞ റേറ്റ്സ് ഒക്കെ നാളെ പറയാം. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് കാണാം. അപ്പോൾ ബൈ പറയുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. പ്രിയത നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് നൈറ്റ് പറഞ്ഞേക്കും. മേരിയാനും ഉണ്ട് ഗുഡ് നൈറ്റ് പറയാം. നാളെ കാണാം. നാളെ എല്ലാവരും നേരത്തെ എഴുന്നേക്കണം കേട്ടാ. നാളെ അടുത്ത ട്രിപ്പ് ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോകാനുള്ളതാണ്. എവിടെ? അത് തൊട്ടപ്പുറത്താ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ദിയ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, വേദു ഓൾറെഡി സ്ലെപ്റ്റ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നപ്പോൾ നമ്മൾ എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 9 o'clock ആവാറായി. നമ്മുടെ സൈഡിലുള്ള ഒരു 2 ബെഡ്റൂം ഹൗസ് ബോട്ട് ഉണ്ട്. അവിടെ ഒരു ഓപ്പൺ ഡെക്കും കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ചെറിയ ക്രൂസും ഉണ്ട്. അപ്പോൾ ഓബിയസ്ലി ഇത് ഞാനും അന്തും ജെഫ്രിനും റെഡിയാണ്. വേദുവും ദിയെ റെഡിയാണ്. മേരിയാരും പ്രിയ റെഡിയല്ല. ദിയയും വേദു ദിയക്ക് ഹൈഫൈ കൊടുത്തു. തന്നില്ല. വേദുവിന് നാണം വന്നു. ഇനി അതെങ്ങനെയും തല്ലി പൊട്ടിക്കണം. എന്തത് കുപ്പിയാ? ഷാമ്പു. ഓ എല്ലായിടത്തും ആക്കണേ. ഓക്കെ, അപ്പൊ ഇത് ഇവരുടെ കളിയാണ്. കുറച്ചു നേരം ഞാൻ എന്തായാലും നമുക്ക് ആദ്യമേ പ്രിയൊക്കെ വരുന്നതിന് മുമ്പ് ആ ബോട്ടിലേക്ക് ഒന്ന് കയറി ആ ബോട്ടൊക്കെ ഒന്ന് കാണാം. അത് 2 ബെഡ്റൂം ആണ്. കുറച്ചും കൂടെ അപ്പോൾ അഫോർഡബിൾ ആയിരിക്കും. അത് കുറച്ചും കൂടെ ഒരു കപ്പിൾസിനുള്ളൊരു സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അതല്ല, ഇവിടെ കുറച്ചാൾ ഇനി ജക്കൂസിയുടെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ വീണ്ടും ഇവിടെ വരും. ജക്കൂസി ഇൻ ഹൗസ് ബോട്ട് ആൻഡ് സം ഓപ്പൺ ഡെക്ക് എന്നൊക്കെ പറയുമ്പോൾ ലക്ഷറിയുടെ അങ്ങ് അൾട്ടിമേറ്റ് ആയിരിക്കും. ആൻഡ് വെരി റൊമാൻറ്റിക് ഓൾസോ. സോ അത് പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിഡിലെ സെറ്റപ്പാണ് ഇവർ, എസ്പെഷ്യലി ഫുഡിന്റെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും. ജെഫ്രി ഹണിമൂൺ ഇത് മതി ജെഫ്രി, ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ, ജക്കൂസി ഹൗസ് ബോട്ട് ജക്കൂസി. അത് നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ഷാർക്കല്ല, ബോട്ടാ വേണ്ടത്. ബോട്ട് ഗൈസ്, ഇത് 2 ബെഡ്റൂം അല്ല 3 ബെഡ്റൂം ആണ്. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അധികം കാണിക്കുന്നത് കാരണം എല്ലാവരും വിശന്നിരിക്കുകയാണ്, എസ്പെഷ്യലി ജെഫ്രിനൊക്കെ. ഇത് വേണ്ട, ഇവിടെയും ഒരു ലോഞ്ച് ഏരിയ ഉണ്ട്. മേരിയാനുണ്ട്, പ്രിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഓ ഇവിടെ ആക്ച്വലി എന്താ കഴിക്കാമല്ലോ ഫുഡ് 6 പേർക്ക്. ഓ ജെഫ്രിന്റെ റൂഫ് ടോപ്പ് ഡൈനിങ് എല്ലാം വേണം. എല്ലാ ഫുഡും വെച്ച് ഇവിടെ 3 ബെഡ്റൂം അല്ലേ? അതെ, ചെറിനാണ് നേരത്തെ ഞാൻ പറഞ്ഞ തെറ്റിന് ഉത്തരവാദി.
ഇതും ഞാൻ പറഞ്ഞ കിഡിലാണ് ഈ ഒരു ലോബി ഏരിയ ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ എല്ലാം. ഉള്ളി തിങ്ങിന്റെ 3, മറ്റേത് 5. ഇവിടെ പക്ഷെ കുറച്ചുകൂടെ വലിയ വാർഡ്രോബ് ഒക്കെ ഉണ്ട്, കിളികളൊക്കെ ഉണ്ട്. ലൈറ്റ് നമ്മുടെ അപ്പുറത്തെ ബോട്ടിൽ കണ്ട പോലത്തെ സെയിം ആണ്. ആസ് യൂഷ്വൽ എവർ ചേഞ്ചിങ് സീനറി. ബാത്റൂം ഒക്കെ ബാത്റൂം സെറ്റപ്പ് ആണ് കേട്ടോ. ഡബിൾ ഡോർ ഒക്കെയാണ്. ചെറുതാണെങ്കിലും കിഡിലും ഫിറ്റിംഗ്സ് ഒക്കെ പിന്നെ എല്ലാം ക്വാളിറ്റി ആണല്ലോ. അപ്പൊ ഇങ്ങനത്തെ 3 ബെഡ്റൂം ചെയ്തോ. ഇങ്ങനത്തെ 3 ബെഡ്റൂം ഉണ്ട് ഇവിടെ. പ്രിയ, യുവർ ഫേവറേറ്റ് ടൈപ്പ് ഓഫ് മിറർ. ഈ നോക്ക് ഫ്രെയിം. അതെ, നമ്മുടെ സെയിം ഇങ്ങനത്തെ വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ 3 ബെഡ്റൂം ഉണ്ട്. ഇവിടെ കയറി കിടന്ന എങ്ങനെയുണ്ട് ടെസ്റ്റ് റിസൾട്ട് ഒക്കെ? അടുത്തല്ലേ, ഇത് ആക്ച്വലി വെള്ളത്തിൽ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുക. ഇത് നമ്മുടെ വീട്ടിലുള്ളതാ, ബാക്കിലത്തെ ലാമ്പ് ഷെയ്ഡ്. അപ്പൊ ഇത് 3 ബെഡ്റൂം ഒരു രീതിയിലും അവരൊരു എന്താ ക്വാളിറ്റിയില് ഓൾമോസ്റ്റ് സെയിം. എനിക്ക് ചെറുതായി തോന്നില്ല, ഭയങ്കര ഒരു പലേഷ്യൻ ഫീലാ. ഭയങ്കര ഒരു സംഭവം. കയറി ചാടണ്ട. എല്ലാരും മാവ് പറയണേ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്, അതും കൂടെ പോയി നോക്കട്ടെ. അതെവിടെയാ? 3rd ബെഡ്റൂം എവിടെ? ഇതാണോ? ഇത് 3rd ബെഡ്റൂം. ഡോറിന്റെ ഒക്കെ ഫിനിഷ് കേട്ടോ. നൈസ്. എല്ലാ ബെഡ്റൂമും അടിപൊളിയാ കേട്ടോ. സെയിം ആണ്. ഇത് വെള്ളത്തിന്റെ അടുത്തായി തോന്നും. പ്രിയക്ക് ഓബിയസ്ലി വാവ് പറയുന്നത് ഈ ഫാബ്രിക് കണ്ടിട്ടാണ്. ഗ്രേറ്റ്. ഇവൻ ആ സെയിം മാച്ചിങ് കളർ പില്ലോസും ഹെഡ്രസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ 3 ബെഡ്റൂം അടിപൊളിയാണ്. ഞാൻ റേറ്റ്സിന് കാര്യം വീണ്ടും ഞാൻ പറയാം, ലാസ്റ്റ് പറയാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ബാത്റൂം കൂടെ നോക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. ബാത്റൂമിന്റെ ടൈല് നോക്ക്. You have to remember that all this is in a houseboat. It's not a hotel, it's not a homestay, it's not a boutique hotel, it's a houseboat. Yeah. Ba, ini breakfast lagi ba? Hi Dia. ഈ മുകളിലേക്ക് പോകുന്നതും കണ്ടോ, വാൾസ് ഒക്കെ ടെക്സ്ചേർഡ് വാൾസ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മുകളിൽ പക്ഷെ വേറൊരു സംഭവമായിരിക്കും കണ്ട. ഇതുപോലെ ഓപ്പൺ ഡെക്ക് ലോഞ്ച് ആണ്. ഇത് കുറച്ചും കൂടെ അടിപൊളിയാണ്, കാരണം ഇങ്ങനെ ഇവിടെ ഓപ്പൺ ഡെക്ക് ഉണ്ട്, ലോഞ്ച് ഉണ്ട്, ഇരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ആ സമയത്ത് ഡൈനിങ് റൂം എയർ കണ്ടീഷൻഡും ആണ്. അത്രയും വലിയ കോൺഫറൻസ് ഹാൾ പോലെ അല്ലെങ്കിലും ഈസി ആയിട്ട് ഒരു 8-10 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് റൂമാണ്. അതുപോലെ തന്നെ അപ്പുറത്തും ഒരു കിഡിലൻ ഓപ്പൺ ഡെക്കാണ്. അവിടുത്തെ ഫേർണിഷിങ് നോക്ക്, അതൊന്ന് അടുത്ത് പോയി നോക്കണം. നോക്കട്ടെ, സൂപ്പർ അല്ലേ വേദു? വാവ്, വാഷ് ബേസിൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അയ്യോ, ഈ ബോട്ട് അടിപൊളിയായിരുന്നല്ലോ അജുരൻ. കറക്റ്റ്, നമ്മൾ 3 പേരേ ഉള്ളൂ. 3 പേർക്ക് പറ്റിയ ബോട്ട്. ഓപ്പൺ ഡെക്കും ഉണ്ട്, ഡൈനിങ് റൂം AC ആണ്. കുഴപ്പമില്ല. ഇവിടെ കണ്ടോ ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ബോട്ട് കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോ എന്താണെന്നറിയോ, ഭയങ്കര കുറച്ചുകൂടെ ചെറിയ ബോട്ട് ആയതുകൊണ്ട് കുറച്ചും കൂടെ നമ്മൾ സെക്ലൂഡഡ് റൂട്ടിൽ കൂടെ പോകാൻ പറ്റും. ആൻഡ് ഇങ്ങനെ ഓപ്പൺ എയർ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അധികം ആൾക്കാരില്ലെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ് യു ടേക്ക് ഓൺലി ദിസ് 3 ബെഡ്റൂം ബോട്ട്. റേറ്റ് ചെയ്യാൻ പറയാം. ഇത് അടിപൊളിയാ. നല്ല രസമായിരിക്കും. ഇവിടെ സ്പീക്കേഴ്സ് ആണെന്ന് തോന്നുന്നു ഇതൊക്കെ. അതവർ ചെയ്യും. ഏതാ? ഞാൻ അല്ലെങ്കിൽ ഉറപ്പായിട്ട്, കാരണം ഇത് നല്ല റൂട്ടിൽ കൂടെയാ പോകുന്നത്, തിരക്കില്ലാത്ത റൂട്ടിൽ കൂടെയാ ബോട്ട് പോകുന്നത്. എന്തായാലും വേറൊരു സംഭവമായിട്ട് എന്തെങ്കിലും ചെയ്യണം. നന്നായി. എന്തൊരു ഭംഗിയാ നോക്ക്. ഇത് ഭയങ്കര എസ്തെറ്റിക്, ഭയങ്കര. മറ്റേതും ഒരു വലിയ, അതെന്താന്ന് പറയാ, അത്ര സ്പേഷ്യസ് അല്ലല്ലോ. അപ്പൊ ആ ഉള്ള സ്ഥലം ഭയങ്കര രസമായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു അതൊക്കെ. അപ്പൊ നമ്മുടെ മെയിൻ പരിപാടി അവിടെ. ജെഫ്രി, തുടങ്ങണ്ടേ? വിശക്കുന്നില്ലേ? നമുക്ക് പറയാം. വലിയ മിററും വെക്കണേ. ആക്ച്വലി ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര, കാരണം കുട്ടനാട് ആലപ്പിയൊക്കെ ഫുൾ ഗ്രീനറി ആണല്ലോ. അതിന്റെ കൂടെ ഇവിടെയും കൂടെ ഒരു ഗ്രീനറി വന്നു കഴിയുമ്പോ അടിപൊളിയായിരിക്കും. വേദം എത്ര എക്സൈറ്റഡ് വേദോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു
ക്രൂസ് ചൂസ് ചെയ്തത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പോകാൻ പറ്റാത്ത റൂട്ടിൽ കൂടെ ഒക്കെ പോകാനാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കാം. അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്, ടോസ്റ്റ്, ജ്യൂസ്, ബട്ടർ, മുട്ടക്കറി, ഇടിയപ്പം, കോൺഫ്ലേക്സ് എല്ലാം ഉണ്ട്. പ്രിയ തുടങ്ങാൻ പോവാണ്. കയ്യ സ്ലീവൊക്കെ മടക്കി വെച്ച്. ജെഫ്രി തുടങ്ങുന്നില്ലേ? പ്ലേറ്റ് ദിയയുടെ പ്ലേറ്റ് വലിച്ചോണ്ട് പോവാ. ദിയയുടെ പ്ലേറ്റ് ജെഫ്രി അങ്ങനെ തന്നെ വലിച്ചോണ്ട് പോയി. ട്രാവൽ ചെയ്യുമ്പോ ഒന്നും കഴിക്കില്ല ജെഫ്രി അല്ലേ? ആ അതാണ് ഇന്ന് ട്രാവലിംഗ് ഉള്ളതല്ലേ, അതുകൊണ്ട് ഡയറ്റിങ് ആ ജെഫ്രി. പുട്ടല്ല അത്, ഇടിയപ്പമാണ്. ഓ പുട്ടും ഉണ്ടോ? ഇത് കണ്ട സീലിംഗിന് ഹൈറ്റ് കുറവായതുകൊണ്ട് അവരൊരു അപ്പോളിസ്ട്രി സോഫ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുക. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ജെഫ്രിയുടെ ഒക്കെ തല മുട്ടാതിരിക്കാൻ. എന്റെ മുട്ടില്ല. അല്ല നമുക്ക് മുട്ടിയാലും വേന എടുക്കില്ലല്ലോ. ഞാൻ കുഞ്ഞാണ്. അതുമാണ് ഏറ്റവും കുഞ്ഞ് നടക്കുന്നത്, തല മുട്ടാതിരിക്കാൻ. അപ്പൊ കിഡിലൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ ക്രൂസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഞങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പൂളിൽ ഇറങ്ങിയത്. പക്ഷെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. പൂൾ അടിപൊളിയായിരുന്നു. ഇന്നലെ ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു. പക്ഷേ ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ ഞാൻ റൂംസ് ഉണ്ട്, അതൊന്ന് കാണാം. പക്ഷേ ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ് കേട്ടോ. അത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ അറൗണ്ട് ഒരു 4000 ഡിപ്പെൻസ് ഓൺ ആൻഡ് ഓഫ് സീസൺ. നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. റെസ്റ്റോറൻറ്റ് ഇവരൊരു വഞ്ചിയുടെ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി ഓൺ വാട്ടർ തന്നെയാണെന്ന് തോന്നുന്നു. റെസ്റ്റോറൻറ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ജെഫ്രി നമ്മുടെ സ്ഥലം എന്തായാലും നമ്മൾ കാണാതെ പോകരുത്. ബാ റെസ്റ്റോറൻറ്റ് കണ്ട ശരിക്കും മറ്റേ കായലിൻ്റെ ഒരു ചെറിയ ബ്രിഡ്ജൊക്കെ ഇട്ടിട്ടാണ്. ലിറ്ററലി ഫീൽ ബി എൻട്രിങ് എ ഹൗസ് ബോട്ട്. റെസ്റ്റോറൻറ്റിലേക്കാണെങ്കിലും കണ്ടോ ഫുൾ ഒരു ശരിക്കും ഒരു ബോട്ടിൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് കുറച്ച് ഒരു 8-10 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഈ എയർ കണ്ടീഷൻഡ് ആണ്. ഇവിടെ നല്ല വ്യൂ ആണ്. നല്ലതല്ലോ, നല്ലതല്ലേ? ശരിക്കും കായലിലിരിക്കുന്ന ഫീലിംഗാണ്. സ്പീഡ് ബോട്ട് അതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടെ റൂംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. പക്ഷേ പനയുള്ള കാരണം അല്ലെങ്കിൽ ഹൗസ് ബോട്ട് കിടക്കുന്ന കാരണം നമുക്ക് ചെറുതായിട്ട് വ്യൂ കിട്ടുമല്ലോ. പക്ഷേ ആക്ച്വലി വി ആർ ജസ്റ്റ് ക്ലോസ് ടു ദ ലേക്ക്. കണ്ട ഫുൾ ലേക്കാണ്. പക്ഷേ ഗ്രീനറി ഉള്ള കാരണമാണ് ഒരു കാണാൻ ഒരു ബുദ്ധിമുട്ട്. എന്തായാലും റൂമും കൂടെ കയറി കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ജെഫ്രി. അല്ലെങ്കിൽ നമ്മൾ ലേറ്റ് ആവും. നോക്കട്ടെ ബഡ്ജറ്റ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ ഇത് ബഡ്ജറ്റ് റൂമൊന്നും അല്ലല്ലോ, ഇത് ലക്ഷറി റൂം ആണല്ലോ. ചെയർസ്, നല്ല വലിയ കിങ് സൈസ് ബെഡ്, ഹെഡ് ബോർഡ്, വലിയ മിറർ. ഇത് വളരെ വലിയ മിററാ. ബാ വേദു ബാ. TV ഉണ്ട്, മിനി ബാറ് എല്ലാം ഉണ്ടല്ലോ. വാർഡ്രോബ്. ഓ കിഡിലൻ ബാത്റൂം എല്ലാം ഉണ്ട്. അപ്പൊ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും റേറ്റ് വൈസേ ഉള്ള ബഡ്ജറ്റ്. അമ്യൂണിറ്റീസിലും ലക്ഷറീസിലും ഒന്നും ബഡ്ജറ്റ് അല്ല. ഞാൻ പറഞ്ഞ പോലെ അറൌണ്ട് 3,400, 3,500, 4,000, 4,500 ഡിപ്പെൻസ്. ഞാൻ പറഞ്ഞ പോലെ ഓഫ് സീസൺ കാണും. ആൻഡ് പൂളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. സോ നിങ്ങൾക്ക് ഇനിയിപ്പം റൂം ആണെങ്കിൽ ഇഷ്ടം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചാലും വെരി സെക്യൂർഡ്. അതാണ്. പ്ലസ് പൂൾ ഉപയോഗിക്കാം സേഫായിട്ട് കേട്ടോ. കാരണം അധികം ഗസ്റ്റ് ഇല്ലല്ലോ. എന്തായാലും റൂംസ് അടിപൊളിയാണ്. പക്ഷേ ഓബിയസ്ലി ഹൗസ് ബോട്ട് തന്നെ എടുക്കാൻ നോക്കുക മാക്സിമം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞങ്ങളിനി ഇവിടുന്ന് ഇറങ്ങുവാണ്. വേറെ ഇനിയൊന്നും പറയില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വേറെ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങളുടെ യാത്ര വേറെ ഒരു സ്ഥലത്തേക്കാണ്. സോ ദിസ് ഇസ് ഫ്രം വാട്ടേഴ്സ് ടു മൗണ്ടൻസിലേക്കാണ്. മൗണ്ടൻ ഇസ് ഓൾവേസ് കോളിങ് മീ. എനിക്ക് മൗണ്ടനിലേക്ക് പോകാതെ ഒരു സമാധാനം ഇല്ല. അപ്പോൾ അങ്ങോട്ട് പോവാണ്. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ആസ് യൂഷ്വൽ എക്സൈറ്റ്മെൻറ്റ് കാരണം റേറ്റ്സ് പറയാൻ മറന്നുപോയി. അപ്പോൾ ഹൗസ് ബോട്ടിൽ പെർ റൂം 20,000 ആണ് വരുന്നത്. അപ്പോൾ 5 ബെഡ്റൂമിന് 1 lakhും 3 ബെഡ്റൂമിന് 60,000 ആണ്. പക്ഷേ ഇപ്പം കൊറോണ ഒക്കെ കാരണം ഡിമാൻഡ് ഇല്ലാത്ത കാരണം ഏകദേശം ഒരു 40 to 60% ഡിസ്കൗണ്ട് വരെ കിട്ടും. ജസ്റ്റ് മെൻഷൻ OHF ആൻഡ് യു വിൽ ഗെറ്റ് ദ ബെസ്റ്റ് റേറ്റ്സ്. പക്ഷേ ഒരു റൂമായിട്ട് ഒരിക്കലും എടുക്കരുതെന്നാണ് എൻ്റെ സജഷൻ. കാരണം ഒരു റൂമിന് ചിലപ്പം 20,000 ആണെങ്കിൽ 2 റൂമാകുമ്പോൾ ചിലപ്പോൾ 25,000 വരുള്ളൂ ആഫ്റ്റർ ഡിസ്കൗണ്ട്. സോ ഓൾവേസ് ട്രൈ ടു മോർ പീപ്പിൾ മോർ സേവിങ്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 1 ഹാപ്പി ഫാമിലിയായി പോവുക. ഈ റിസോർട്ട് 100% എൻജോയ്, ഈ ക്രൂസ് 100% എൻജോയ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.